പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 9-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടെ, ബലത്തോടെ, വിശ്വസ്തയോടെ, കൃത്യനിഷ്ഠയോടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ദൈവനാമ മഹത്വത്തിനായി ചെയ്യുവാൻ, കുടുംബത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിപ്പാൻ ഇന്നും ഈ ആഴ്ചവട്ടവും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം. കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 17 നാം ഇപ്രകാരം വായിക്കുന്നു: വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പി. പൗലോസ് കൊലോസ്യ സഭയ്ക്ക് വളരെ ശക്തമായ ഒരു കത്താണ് നൽകുന്നത്. പ്രത്യേകിച്ച് 3-ാം അധ്യായം ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ പ്രത്യാശ നിർഭരമായ വാക്യങ്ങളാണ്. ആദ്യത്തെ 3 വാക്യങ്ങൾ: നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി സ്വർഗത്തിൽ മറഞ്ഞിരിക്കുകയാണ്. ഒരു ദൈവപൈതൽ എവിടെയാണ്, ഏതവസ്ഥയിലാണ് എന്നത് വ്യക്തമാക്കുന്ന നേർരേഖാ ചിത്രം 3-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ പറയുന്നു. മാത്രമല്ല, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ ഈ ലോകത്തിൽ ഒരു വിശ്വാസിയായി, ഒരു ദൈവപൈതലായി ജീവിച്ച് മരിച്ച് മണ്ണിൽ ഒടുങ്ങുകയല്ല, ആ ഒരു ദൈവപൈതലാണെന്നുള്ള വലിയ ഒരു പ്രത്യേകത മനുഷ്യരുടെ മുമ്പിൽ തെളിയുന്നത് കർത്താവിന്റെ വരവിങ്കലാണ് എന്ന് വെളിവാക്കുന്നു. അങ്ങനെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് പറയാണ്: ഞാനും നിങ്ങളും എന്ത് ചെയ്താലും അത് വാക്കുകൊണ്ടാവട്ടെ, ക്രിയ കൊണ്ടാവട്ടെ, പ്രവൃത്തി കൊണ്ടാവട്ടെ, അതെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണം. എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞത്? കൊലോസ്യ സഭയിൽ വിദ്വേഷമുണ്ട്, ഈർഷ്യയുണ്ട്, പിണക്കമുണ്ട്, ദ്വന്ദ്വപക്ഷമുണ്ട്, സകലവുമുണ്ട്. അത് അന്നുമുണ്ട്, ഇന്നുമുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാർക്കിടയിൽ തന്നെ അതുണ്ടായിരുന്നുവല്ലോ. അതിന് അനേക തെളിവുകൾ സുവിശേഷങ്ങളിലായി നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ എല്ലായിടങ്ങളിലും ഈ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ അതൊക്കെ മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്താലും അത് വാക്കുകൊണ്ടായിക്കോട്ടെ, പ്രവൃത്തി കൊണ്ടായിക്കോട്ടെ, ക്രിയ കൊണ്ടാകട്ടെ, എന്ത് ചെയ്താലും യേശുവിന്റെ നാമത്തിൽ ചെയ്യണം. ഈ യേശുവിന്റെ നാമത്തിൽ ചെയ്യുമ്പോൾ പിന്നെ അവിടെ ഒരു ഭിന്നത വരുന്നില്ല, വരേണ്ട ആവശ്യം ഇല്ല. അതാണ് പൗലോസ് വ്യക്തമായിട്ട് പറയുന്നത്. ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഇങ്ങനെ ഓരോരുത്തരുടെ പക്ഷത്തിന്റെ ആവശ്യമില്ല. നാം യേശുക്രിസ്തുവിന്റെ പക്ഷക്കാരാണ്. ക്രിസ്തുവിലായിരിക്കണം ഞാനും നിങ്ങളും ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവർത്തനങ്ങൾ, ജീവിതങ്ങൾ, പ്രവൃത്തികൾ, ശുശ്രൂഷകൾ, പ്രാർത്ഥനകൾ, കൂട്ടായ്മകൾ ഒരു സഭയ്ക്ക് വേണ്ടിയോ, ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയോ, ഒരു വ്യക്തിക്ക് വേണ്ടിയോ, ഒരാളെ പുകഴ്ത്തുന്നതിനോ ഇകഴ്ത്തുന്നതിനോ ആയിരിക്കരുത്. മറിച്ച് ദൈവനാമം മഹത്വപ്പെടണം. അങ്ങനെ നാം യേശുക്രിസ്തു മുഖാന്തരം പിതാവിന് എപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ നാവിൽ പെറുവിറുപ്പ് പാടില്ല, മറ്റുള്ളവരെ കുറിച്ചുള്ള ഗോസിപ്പ് പാടില്ല, അനാവശ്യമായ തത്വചിന്തകളൊന്നും പാടില്ല, വേണ്ടാത്തതൊന്നും പാടില്ല. നമുക്ക് വേദപുസ്തകം താത്തുവെക്കാൻ സമയമില്ല, ശരിയല്ലേ? പറഞ്ഞു തീരുന്നതിന് മുമ്പേ
സ്വിച്ചിട്ട് ലൈറ്റ് കത്തുന്ന പോലെ പ്രാർത്ഥന വരും, പ്രസംഗം വരും, സാക്ഷ്യം വരും, അന്യഭാഷ വരും, സകലവും വരും. പക്ഷേ ഇപ്പോഴും നമ്മുടെ നാവിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ പ്രവൃത്തിയിൽ ദൈവഹിതമല്ലാത്തതാണ്. വചനം പറയുന്നു, ഹൃദയം നിറയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്തത്, പറഞ്ഞത്, പ്രവർത്തിച്ചത്, നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിച്ചത് ദൈവനാമ മഹത്വത്തിന് ഉതകിയോ, അതോ സ്വന്തം സാറ്റിസ്ഫാക്ഷന് വേണ്ടി എന്തും ആകാം എന്നുള്ള ഒരു വലിയ ഹുങ്കും മുഷ്കുമാണോ എന്നെയും നിങ്ങളെയും ഭരിക്കുന്നത്? ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ പൗലോസ് ശക്തമായി പറയുകയാണ്, വാക്കിനാലും ക്രിയാലും എന്ത് ചെയ്താലും അത് യേശു ക്രിസ്തുവിലായിരിക്കണം. യേശു ക്രിസ്തുവിൽ ചെയ്യുമ്പോൾ ദ്വന്ദ്വപക്ഷമില്ല, പക്ഷാഭേദമില്ല, മത്സരമില്ല, പിണക്കമില്ല, ദേഷ്യമില്ല, പക തീർക്കലില്ല, കോപങ്ങളില്ല, ഗോസിപ്പില്ല, ഭീഷണിയില്ല. യേശുവിന്റെ നാമത്തിൽ അല്ലാത്തത് മുഴുവനും ഇവയെല്ലാം നിറഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ ഇന്നലത്തെ നമ്മുടെ പ്രവൃത്തി ഇന്ന് ഞാനും നിങ്ങളും എങ്ങനെയായിരിക്കും? ഇവ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം ഇന്നലെ ഈ നിലകളിൽ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തോടും നമ്മൾ മുഖാന്തരം വേദനിച്ച വ്യക്തിയോടോ കുടുംബത്തോടോ മാപ്പ് പറയുവാൻ തയ്യാറാണോ? ദൈവസ്ഥനിൽ ഏറ്റുപറയുവാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ദൈവപൈതലാണ്. കുറവുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ ഏറ്റെടുക്കുവാനും തിരുത്തുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ നാവിൽ എപ്പോഴും സ്തോത്രം പറയുവാൻ ഇടയാകും. അല്ലാത്തപ്പോഴാണ് കുറ്റം പറയുന്നത്, അനാവശ്യമായി അകാരണമായി മറ്റൊരാളെ വേദനിപ്പിക്കുന്നത്, മറ്റൊരാളെ താഴ്ത്തിക്കെട്ടുന്നത്, അപവാദം പറയുന്നത്, അനാവശ്യമായി പല കാര്യങ്ങളിൽ ഇടപെടുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതങ്ങളെ ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം നമുക്കൊന്ന് ക്രമപ്പെടുത്താം, ജീവിതത്തെ ക്രമപ്പെടുത്താം, ഒരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അനേക ദൈവമക്കൾ ശുശ്രൂഷിച്ച് ഞാൻ ആ ശുശ്രൂഷ അനുഭവിച്ചതാ. എന്നാൽ ഇന്ന് എന്നോട് ഹൃദ്യമായി ഇടപെട്ടുവല്ലോ. ഞാൻ എന്ത് ചെയ്താലും അത് യേശുവിന്റെ നാമത്തിലായിരിക്കണം. ഞാൻ ആവർത്തിക്കട്ടെ, അവിടെ മത്സരമില്ല, പിണക്കമില്ല, പ്രശ്നങ്ങളില്ല, തൊഴുത്തിക്കുത്തില്ല, യാതൊരുവിധ പക്ഷാഭേദവുമില്ല. അതുകൊണ്ട് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ജീവിതത്തിലൂടെയും യേശുവിനെ വെളിപ്പെടുത്തുവാൻ ഇടയാവട്ടെ. അങ്ങനെ ഒരു പ്രത്യേക അനുഭവത്തിൽ നാം എത്തിച്ചേരുമ്പോൾ നാം എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തോത്രം കരേറ്റിക്കൊണ്ടിരിക്കും. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവർ ഒന്ന് ചിന്തിച്ചാട്ട്, ഈ മാസത്തിന്റെ 9-ാം തീയതിയിലേക്ക് തമ്പുരാൻ നമ്മെ എത്തിച്ചു. നമുക്ക് ചുറ്റും എത്രയോ അനിഷ്ട സംഭവങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ദിനംതോറും ഉളവാകുന്നു. അവയിൽ നിന്നൊക്കെ തമ്പുരാൻ നമ്മെ പരിപാലിക്കുന്നതിന് നന്ദി പറയുന്നതിന് പകരം നമുക്ക് എപ്പോഴും പരിഭവങ്ങളാണ്, പരാതികളാണ്. ഒരിക്കലും ഒരു സന്തോഷമില്ല, തൃപ്തിയില്ല. ദൈവത്തിന് അനുഭവിക്കുന്ന നന്മകൾക്ക് സ്തോത്രം ചെയ്യുവാൻ സമയമില്ല, പരാതിക്ക് മാത്രമേ സമയമുള്ളൂ. പോരാ പ്രിയമുള്ളവരെ, തമ്പുരാന്റെ കരുതലിന് നന്ദി പറയാം, അനുഭവിക്കുന്ന നന്മകൾക്ക് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് നിങ്ങളുടെ ഭാരങ്ങൾ കർത്താവ് ഏറ്റെടുക്കട്ടെ. നിങ്ങൾ ഈ നിലയിൽ പറയുവാൻ ശ്രമിക്കണം, പഠിക്കണം, പരിശീലിക്കണം. കർത്താവേ, ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന ഈ പ്രശ്നത്തിനായി സ്തോത്രം. എന്നാൽ ഞാൻ ഈ പ്രശ്നത്തിന്റെ ഏറ്റവും മുകളിൽ അതിന് യഥാർത്ഥ പരിഹാരകനായ എന്റെ യേശുവിനെ കാണുന്നു. എന്റെ മകന്റെ വിഷയം, എന്റെ മകളുടെ വിഷയം, എന്റെ ഭാര്യയുടെ, ഭർത്താവിന്റെ, പിതാവിന്റെ, മാതാവിന്റെ, ജോലിയുടെ, സമ്പത്തിന്റെ, ആരോഗ്യത്തിന്റെ, നിയമപ്രശ്നത്തിന്റെ, കുടുംബത്തിന്റെ എല്ലാ പ്രതികൂലങ്ങൾക്കായും
പ്രതിസന്ധികൾക്കായും സ്തോത്രം. ഈ സ്തോത്രം കേൾക്കുമ്പോഴേ പിശാച് ഞെട്ടും പ്രിയമുള്ളവരെ. പക്ഷേ പിശാച് നമ്മളെ നോക്കി കൈയടിച്ച് ചിരിക്കുകയാണ്. കാരണം നമ്മൾ വാ പൊളിച്ചാൽ വചനം ചേർത്ത് പറയുന്നുവെങ്കിലും ഒരു കൊച്ചു കാര്യം വരുമ്പോൾ തളർന്നു പോകുന്നത് കാണുമ്പോൾ പിശാച് ചിരിക്കുകയാ. ഇവൻ ഇത്രയേ ഉള്ളൂ, ഇവൾ ഈ അനങ്ങിയ ഉടനെ പ്രാർത്ഥിക്കുമെങ്കിലും ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ പ്രശ്നത്തിനായി സ്തോത്രം, ഈ പ്രതിസന്ധിക്കായി സ്തോത്രം. എനിക്കെതിരെ ശത്രു വാടകോരി നിൽക്കുന്നു, പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു, ആരോപണങ്ങൾ ഉയർത്തുന്നു. നന്ദിയോടെ സ്തോത്രം. ഒരു വഴിയായി വരുന്നവൻ 7 വഴിയായി ഓടിപ്പോകുന്നു. അതെ, എന്റെ ദൈവം മതിയായ ദൈവമാണ്. ഇങ്ങനെ പറയുവാൻ ശീലിക്കണം, പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്തോത്രം ചെയ്യുവാനിടയാകും, നന്ദി കരേറ്റുവാനിടയാകും. അങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതം വചനപ്രകാരമുള്ള ജീവിതമാകും, മാതൃകയായി തീരും. അനേകർ യേശുവിങ്കിലേക്ക് ആനയിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ജീവജലത്തിന്റെ ശ്രോതാക്കളായ എന്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ വാക്കായിക്കോട്ടെ, പ്രവൃത്തിയായിക്കോട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, യേശുവിന്റെ നാമത്തിൽ നമ്മുടെ നാവ്, നമ്മുടെ ജീവിതം എന്തെല്ലാം സംഭവിച്ചാലും സ്തോത്രം മാത്രം കരേറ്റുന്നതായി തീരണം. പിറുപിറുപ്പ് മാറി, ദേഷ്യം മാറി, ഭിന്നത മാറി, എല്ലാം മാറി ദൈവകൃപയോടെ മുന്നേറുവാൻ തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മളെ ഒരു പുനർവിചിന്തനത്തിന് ഇടയാക്കട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാൽവറിയിൽ കൂടെ ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ജീവിതം കൊണ്ട് ദൈവത്തെയും മനുഷ്യരെയും വേദനിപ്പിക്കുന്നവരും പലപ്പോഴും പലവിധങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരുമായി തീരുന്ന ഈ ലോകത്തിൽ പൗലോസിന്റെ ശക്തമായ ദൂത് അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും, എന്ത് പ്രവർത്തിച്ചാലും, എന്ത് സംസാരിച്ചാലും അത് യേശുവിന്റെ നാമത്തിലായി തീരുവാൻ ഇടയാകണമേ. മാത്രമല്ല, ഞങ്ങൾ പിറുപിറുപ്പ് കൂടാതെ, പരിഭവം കൂടാതെ, ദുഷിക്കുന്നത് ചെയ്യാതെ അങ്ങേക്ക് സ്തോത്രം കരറ്റുന്നവരായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ദൈവവചനം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഈ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ പരിപാലിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം ദയവായി നിങ്ങൾ ആവർത്തിച്ച് ആ ഭാഗം വായിക്കണം. സമയമുണ്ടെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ഇന്നത്തെ വാഗ്ദത്ത വചനം കേൾക്കണം. അവരവരോട് തന്നെ ചോദിക്കണം, എൻ്റെ വാക്ക്, പ്രവൃത്തി, ജീവിതം യേശുവിൽ കൂടെയാണോ, അതോ പിശാചിന്റെ പ്രവൃത്തിയാണോ, ദുഷ്ടന്റെ ആലോചന പ്രകാരമാണോ? എൻ്റെ നാവ് സ്തോത്രം കരേറ്റുന്ന നാവാണോ? ദുഷി, പരദൂഷണം, അസൂയ, കുശുമ്പ്, കുറ്റാരോപണം ഇവയൊക്കെ മാറ്റിവെച്ച് ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇന്ന് ഏത് വിഷയത്തിൽ ഭാരപ്പെട്ട് എന്നെ കേൾക്കുന്നവരായിക്കൊള്ളട്ടെ, നിങ്ങൾ ആ വിഷയത്തെ ഓർത്ത് ദൈവവചനപ്രകാരം സ്തോത്രം ചെയ്യും. പിശാച് ഞെട്ടട്ടെ, ഓടട്ടെ. നമ്മുടെ വിഷയത്തിൽ നിന്ന് അവൻ വിട്ടുപോകും. അവിടെ ഒരു വലിയ സ്തോത്രത്തിന്റെ ധ്വനിയേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അങ്ങനെ ജീവജലത്തിന്റെ എല്ലാ ശ്രോതാക്കളെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.